ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ലൊരു മക്രോണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. കുറേ ദിവസമായിട്ട് അങ്ങനെ ലോങ് വീഡിയോയിൽ ഇട്ടിട്ട് കുറച്ച് കുട്ടികൾക്കെല്ലാം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം ഉണ്ടായതുകൊണ്ടാണ് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ നിൽക്കാത്തത്. ഇപ്പോൾ ഞാൻ ചിക്കൻ ചില്ലി മക്രോണീൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കാം. അതിന് ഞാനിപ്പോൾ മക്രോണി വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് കേട്ടോ. ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളവും പിന്നെ ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലെല്ലാം ഒഴിച്ചിട്ട് ഒറ്റൊരു വിസിൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും. കുക്കറിൽ തന്നെ എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ മക്രോണി വേവിച്ചെടുക്കാൻ. ഇങ്ങനെ കുക്കറിൽ വേവിച്ചാലല്ല നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നമുക്ക് സമയം ലാഭിക്കാം. കുക്കറിലാകുമ്പോൾ നമുക്ക് വേഗം ആയി കിട്ടുമല്ലോ. നമ്മൾ സാധാരണ വേവിക്കുന്നതിനായിട്ട് ഇങ്ങനെ കുക്കറിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഏറ്റവും എളുപ്പം. അങ്ങനെ മക്രോണിയെല്ലാം വേവിച്ച് ഞാനൊരു സൈഡ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വെള്ളമെല്ലാം ഊറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ചില്ലിക്കെല്ലാം കട്ട് ചെയ്യുന്നില്ലേ, കുറച്ച് വലിയ സൈസിൽ തന്നെ അങ്ങനെ വേണം കേട്ടോ കട്ട് ചെയ്തിടാൻ. ഇപ്പോൾ ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ നല്ലോണം വലുതായിട്ടല്ല, ഏകദേശം ഒരു വലിയ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അതും ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് വലിയൊരു സൈസ് തക്കാളി ഇങ്ങനെ വലുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം വലിയ വലിയ സൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ സാധാരണ ചിക്കൻ ചില്ലിയിൽ ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നോർമലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നില്ലേ, അതുപോലെ ഫ്രൈ ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പിച്ചിയിട്ടതാണ് കേട്ടോ. നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നില്ലേ, അങ്ങനെ ആക്കിയെടുത്തതാണ് കേട്ടോ. ഇതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണ് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം മസാലയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ്. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചില്ലീൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. ഇതൊരു വെറൈറ്റി ടേസ്റ്റുള്ള മാക്രോണിയാണ് കേട്ടോ. ചില്ലി മക്രോണി, ചിക്കൻ ചില്ലി മാക്രോണി എന്നാണ് ഞാൻ പേരിട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടാണ് മാക്രോണി, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മക്രോണിയിലൊന്ന് പൊടിയാതെ മെല്ലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പം നാട്ടിൽ മഴക്കാലമല്ലായില്ലേ, ഇങ്ങനെ ഈവനിങ് ആകുമ്പോൾ എന്തുണ്ടാക്കുമെന്ന് വിചാരിക്കുമ്പോൾ കേട്ടോ ഇതിൻ്റെ ഓർമ്മ വന്നത്. കുട്ടികൾക്കെല്ലാം എന്തായിട്ട് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ് കേട്ടോ ഇത്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റുള്ള മക്രോണിയാണ്. മഴക്കാലത്തെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അങ്ങനെ മക്രോണിയിൽ നല്ല പോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ ചില്ലി മക്രോണി റെഡി ആയിട്ടാണ്. നല്ല സൂപ്പർ ടേസ്റ്റും നല്ല വെറൈറ്റി ടേസ്റ്റുള്ള മക്രോണിയാണ്. കുട്ടികൾക്കെല്ലാം എന്തായിട്ട് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ സ്കൂളിലെല്ലാം കൊണ്ടുപോകാനായാലും പിന്നെ കുട്ടികൾക്ക് ഈവനിങ്ങിൽ കഴിക്കാനെല്ലാം നല്ല റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ഇനിയിപ്പോൾ ഇതാ ഞാൻ കോൾഡ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. എല്ലാവരും ഇത് ചൂടാ കഴിക്കൽ, മഴക്കാലത്ത് ചൂട് ചായ അല്ല കഴിക്കൽ. പക്ഷേ എനിക്കെന്തോ ഇന്ന് കോൾഡ് ചോക്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ന്യൂട്രല്ല വെച്ചിട്ട്. അങ്ങനെ ഇപ്പോൾ ഇത് അത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതിന് ജ്യൂസിൻ്റെ ജാറിലേക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഇതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ന്യൂട്രല്ലാണ് കേട്ടോ ഇടുന്നത്. ഇപ്പോൾ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ന്യൂട്രല്ലയിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ഷുഗർ ഉണ്ടായതുകൊണ്ട് ഇത് തന്നെ സിമ്പിളായിട്ടൊന്ന് അടിച്ചെടുക്കുന്നതാണ് കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. അങ്ങനെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ കോൾഡ് ചോക്ലേറ്റ് റെഡി ആയിട്ടാ. ഹോട്ട് ചോക്ലേറ്റ് എന്നെല്ലാം എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഇത് ആദ്യമായിട്ടായിരിക്കുമല്ലോ കേൾക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഈവനിങ് ആകുമ്പോൾ പിന്നെ കുട്ടികൾക്ക് ഇതാ ഇപ്പോൾ ഫുഡ് കൊടുക്കുന്നതാണ് കേട്ടോ. മക്രോണിയും കോൾഡ് ചോക്ലേറ്റെല്ലാം ഐഷുക്കും രണ്ടാൾക്കും നല്ല ഇഷ്ടമായി കേട്ടോ. ആയിസിലിക്കെല്ലാം നല്ല ഇഷ്ടമായി മക്രോണി. എല്ലാവരും എന്തായിട്ടും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതാ മഴയെല്ലാം വരാൻ പോകുന്ന നല്ല ക്ലൈമറ്റാണ് കേട്ടോ. ഈ ടൈമെല്ലാം നല്ല രസമാണ്. ഇങ്ങനെ ഈവനിങ്ങെല്ലാം ആകുമ്പോൾ നല്ല മഴക്കാറെല്ലാം ഉണ്ടായിട്ട് നല്ല രസമാണ് കേട്ടോ. ഈ സമയത്താണ് എന്തെങ്കിലും ഫുഡെല്ലാം ഉണ്ടാക്കി കഴിക്കാമെന്നെല്ലാം തോന്നൽ. ഇന്നത്തെ വീഡിയോ പിന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.